നാടകകൃത്ത്, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഇ.പി. രാജഗോപാൽ എഴുതിയ 21 ലേഖനങ്ങളുടെ സമാഹാരമായ അളവ് എന്ന കൃതിയിലെ ഒരു ലേഖനം മാത്രമാണ് തകരത്തമ്പുരാൻ എന്ന് പറയുന്നത്. അപൂർവവും കൗതുകകരവുമായ ഭാഷാപ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കാണാം. നമുക്ക് ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് പോയി നോക്കാം. എന്താ പറയുന്നത്? തകര എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചെടി, അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലത്ത് അതൊരു രാജാവിനെ പോലെ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിന്നിരുന്ന ഒരു ചെടി, ആ ചെടിയെ പിന്നീട് ആരും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ പിന്നീട് ആരും അതിനെ വകവയ്ക്കാതെ നിൽക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ പറയുകയും അതിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ രാജവാഴ്ചയെ തന്നെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു ലേഖനമാണ് തകരത്തമ്പുരാൻ. നാട്ടിൻപുറങ്ങളിൽ പാഴ്ചെടികളായി കാണുന്ന പച്ചില ചെടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം ഒരു കാലഘട്ടത്തിൻ്റെ രാജവാഴ്ചയെ പച്ചില ചെടിയുടെ മറവിൽ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു ലേഖനമാണ് തകരത്തമ്പുരാൻ. നമുക്ക് നോക്കാം എന്താ പറയുന്നതെങ്കിൽ തകരച്ചെടിയെക്കുറിച്ചിട്ടും ഒക്കെ പറയുന്നത് എന്താണെന്ന് നോക്കാം. കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമാണ് അല്ലേ? ആ ഒരു സമയത്ത് ദാരിദ്ര്യത്തിൻ്റെ എവിടെയും ദാരിദ്ര്യം, എല്ലാ വീടുകളിലും എല്ലാ സാധനങ്ങളും പഞ്ഞമായിരിക്കും. എല്ലാവർക്കും ദാരിദ്ര്യത്തിൻ്റെ ഒരു ചെറിയൊരു രൂപം എല്ലാ വീടുകളിലും നമുക്ക് കാണാൻ കഴിയും. അന്നേരവും ഏറ്റവും കൂടുതൽ എല്ലായിടത്തും വെക്കുന്നതും എല്ലാവർക്കും കിട്ടുന്നതുമായിട്ടുള്ള സുലഭമായി കിട്ടുന്ന ഒരു പച്ചിലയായിരുന്നു തവര. തവര എന്നതിനെ ചില സ്ഥലത്ത് തകര എന്നും ചില സ്ഥലത്തത് തവര എന്നും അറിയപ്പെടാറുണ്ട്. അത് എല്ലാ വീടുകളിലും നമുക്ക് കാണാമായിരുന്നു. അതിനെ ഒരു മരുന്നായിട്ട് കണക്കാക്കുന്നതും മരുന്നിൻ്റെ ഗുണങ്ങൾ അറിയാതെ അത് ഉപയോഗിക്കുന്നവരും ഏറെയായിരുന്നു. അങ്ങനെയുള്ള ആ കർക്കിടകത്തിലെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പച്ചില തന്നെയായിരുന്നു തകര. അങ്ങനെ തകരയെ രാജാവായി കണ്ട് നമസ്കരിച്ച ഒരു നാടൻ നിഷേധിയുടെ കീഴാള കരുത്തിനെ പറ്റിയാണ് ഇവിടെ ഈ ഒരു കുറിപ്പിൽ പറയുന്നത്. ഇ.പി. രാജഗോപാൽ സാറ് പറയുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്. വടക്കൻ കേരളത്തിലെ ഒരു തമ്പുരാന് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയ തെയ്യക്കാരനായിരുന്നു കോതോർമൻ. ഗോദവർമ്മൻ കീഴാളുടെ കോതവർമ്മനാവും. കോതവർമ്മൻ നല്ല കലയുള്ളയാൾ, അതുകൊണ്ട് തന്നെ താൻ മോശക്കാരനല്ല എന്ന തോന്നലുള്ളയാളും രാജാവിനെ മാനിക്കും, എന്നാൽ അടിമയുടെ ഭാവത്തോടെയൊന്നും പെരുമാറുകയില്ല. തമ്പുരാൻ സന്തോഷത്തോടെ പണമോ തുണിയോ കൊടുത്താൽ കൂടി അതിന് മാറ്റമില്ല. നല്ല തമാശ പറയാൻ വിരുദ് കാട്ടിയിരുന്നു കോതോർമൻ. ഒരു കർക്കിടകത്തിൽ കോതോർമന് തമാശയൊന്നും പറയാനില്ല. കാരണം എന്താണ്? ദാരിദ്ര്യമാണ്. അങ്ങനെ കോലോത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ നിന്നും നിരാശയായി മടങ്ങേണ്ട അവസ്ഥയാണ് കോതോർമൻ ഉണ്ടായത്. കാരണം ഇവിടെ ഒന്നുമില്ല കോതോർമ, ഇപ്പോൾ പോ എന്ന ഒരു വാക്ക് മാത്രമാണ് അവിടുന്ന് കേൾക്കാനിടയായത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തമ്പുരാനും സേവകനും കൂടി നടന്നു വരുന്നത് കണ്ട കോതോർമൻ അവരെ കണ്ടതായി നടിക്കാതെ വഴിയോരത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ മുളച്ചു പൊങ്ങിയിരിക്കുന്ന തകരയുടെ മുന്നിൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കുന്നത് കണ്ടു. ഇത് കണ്ട തമ്പുരാൻ ചോദിച്ചു, നീ എന്താണ് എന്നെ കാണുന്നില്ലേ? ഇതെന്ത് കിടത്തമാണ്? ഇതെന്താ ഇങ്ങനെ കിടക്കണത്? ഒരു മിണ്ടാട്ടവുമില്ലാതെ എന്ന് കോതോർമനോട് തമ്പുരാൻ ചോദിച്ചു. ഇത് കേട്ട കോതോർമൻ മറുപടി പറഞ്ഞു, നമ്മളെ രക്ഷിക്കുന്നവരെ നമസ്കരിക്കുന്നതാണ് അടിയ